വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഒരു സ്വിഗ്ഗിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ സ്വിഗ്ഗി തിരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കമ്പനിയൊന്നും എടുക്കാത്തത്, അതായത് സൊമാറ്റോ, പൊട്ടാഫോ, ഷാഡോ ഫാക്സ് ഇതുപോലുള്ള കമ്പനി എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തില്ല പറഞ്ഞ് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിപ്ലൈ വീഡിയോയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ സ്വിഗ്ഗി തിരഞ്ഞെടുത്തത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. കോൾ ചെയ്യുന്ന പരമാവധി ദയവീതൊന്ന് ഒഴിവാക്കുക, കാരണം എനിക്ക് കോൾ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ട് ഞാൻ സ്വിഗ്ഗി തിരഞ്ഞെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ സ്വിഗ്ഗിയിലേക്ക് വരുന്നത്. കാരണം ആ ഒരു ടൈമിൽ ഞാൻ സ്വിഗ്ഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൊമാറ്റോ അന്ന് ഇവിടെ എത്ര വലിയ ഇല്ലായിരുന്നു, അധികം ഓർഡറും കാര്യങ്ങളും ഇല്ലായിരുന്നു. ആ കാലത്തൊക്കെ സ്വിഗ്ഗിക്ക് തന്നെയാണ് ഓർഡറും കാര്യങ്ങൾ കൂടുതൽ, അതുപോലെ ഏണിങ്സും കാര്യങ്ങളും കൂടുതലും വന്നിട്ടുള്ളത് സ്വിഗ്ഗിക്ക് തന്നെയാണ്. അപ്പം ജസ്റ്റ് സ്വിഗ്ഗി എടുത്തു. സ്വിഗ്ഗി അന്ന് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇറങ്ങിയാൽ മതി, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഒരു ഷോപ്പ് പോവുകയാണെങ്കിൽ നമ്മളൊരു 5 മണിക്കൂർ 7 മണിക്കൂർ പാർട്ട് ടൈം ഒക്കെ ആണെങ്കിൽ 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ വർക്ക് ചെയ്താലും കൂടിപ്പോയാലും 300-350 രൂപയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ സ്വിഗ്ഗിയിൽ കൂടെ നമുക്ക് 500 മുകളിൽ എന്തായാലും ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം എങ്ങനെ നോക്കിയിടും എനിക്ക് സ്വിഗ്ഗി ആയിരുന്നു എന്ന് ലാഭമായിട്ട് തോന്നിയത്. ഷോപ്പിലൊക്കെ പോകുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും എനിക്ക് ലാഭമായി തോന്നിയത് സ്വിഗ്ഗി തന്നെയായിരുന്നു. മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ലീവ് എടുക്കാം, വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി, വേണ്ടെങ്കിൽ ഇറങ്ങണ്ട, അത്രേ ഉള്ളൂ. നമുക്ക് ആരും ചോദിക്കാനും വരാനൊന്നുമില്ല, നമുക്ക് വേണ്ടിയപ്പോൾ ഇറങ്ങാം അങ്ങനെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അന്ന് ഞാൻ സ്വിഗ്ഗി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ഒരു ടൈമിലൊക്കെ തന്നെ സ്വിഗ്ഗിയിൽ ഓടുമ്പോൾ തന്നെ ടൈമിൽ തന്നെ സ്വിഗ്ഗി ഓടിയിട്ട് തന്നെ എനിക്ക് എൻ്റെ പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ, സുഖമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയായിരുന്നു. എൻ്റെ ചിലവ്, എനിക്ക് പെട്രോൾ അടിക്കാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ കഴിച്ചാലും പോക്കെ നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയായിരുന്നു സ്വിഗ്ഗിയിൽ. അപ്പം അന്ന് ജസ്റ്റ് സ്വിഗ്ഗി തിരഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ അതുപോലെ തന്നെ പണ്ട് മുതലേ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനിയൊന്നെങ്കിൽ വലുതായി തോന്നിയില്ല. ഏണിങ്സും കാര്യങ്ങളും വെച്ച് നോക്കിയിട്ടും അതുതന്നെ വർക്കിംഗ് അവേഴ്സ്, ഷിഫ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടും സ്വിഗ്ഗി തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം സൊമാറ്റോ എടുത്തു. സൊമാറ്റോയുടെ ഒരു ഐഡിയ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൊമാറ്റോ എന്താ പറയുക, എനിക്ക് അത്ര ഏണിങ്സ് നല്ല രീതിയിൽ തോന്നിയിട്ടില്ല. മീൻസ് സ്വിഗ്ഗി സൊമാറ്റോ ഏകദേശം ഏണിങ്സ് ഒരേപോലെയാണ്, പക്ഷേ എന്തോ സൊമാറ്റോ എനിക്ക് അത്ര ഫ്ലെക്സിബിളായി തോന്നിയിട്ടില്ല. എന്നിട്ട് ഞാൻ സ്വിഗ്ഗിയിലേക്ക് വന്നതാണ്. ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഞാൻ പൊട്ടാഫോ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടാഫോ ചെയ്ത ടൈമിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഓർഡർ എടുത്തിട്ട് ഏകദേശം 2 മണിക്കൂറാണ് ഒരു കസ്റ്റമർ കെയറെ വിളിച്ചിട്ട്. ആദ്യം കസ്റ്റമർ വിളിച്ചു, കസ്റ്റമർ ഫോൺ എടുക്കുന്നേ ഇല്ല. അങ്ങനെ കസ്റ്റമർ കെയറിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് റെസ്പോണ്ട് ഇട്ട് ഏകദേശം 2 മണിക്കൂറേ. അങ്ങനെ ആകെ ആ ഒരു ദിവസം തന്നെ പൊട്ടാഫോനോട് ചടച്ചു പോയി, നല്ല രീതിയിൽ തന്നെ ചടച്ചു ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാൻ ജസ്റ്റ് വാച്ച് ചെയ്ത് ഏകദേശം 2-2.5 മണിക്കൂറും. ഏകദേശം 7 മണിക്ക് ഞാൻ ഇഷ്യൂ റിവൈസ് ചെയ്തിട്ട് ഏകദേശം 9:30 അവിടുന്ന് തിരിച്ച് കോൾ വന്നിട്ടുള്ളത്. പക്ഷേ അതേസമയം സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ കോളും കാര്യം വന്നിട്ട് അവർ ഇഷ്യൂ സോൾവ് ചെയ്ത് തരും. അപ്പം എന്തുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അന്ന് ബെറ്ററായി തോന്നിയിട്ടുള്ളത് സ്വിഗ്ഗി തന്നെയാണ് തോന്നിയത്. പിന്നെ സ്വിഗ്ഗി അന്ന്, അതായത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഷിഫ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഗിഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് സൊമാറ്റോയ്ക്ക് ഗിഗും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 6 മണി തൊട്ട് 11 മണി വരെ എൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് രാവിലെ ഇറങ്ങി പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് സൊമാറ്റോയിൽ ഗിഗ് ഉള്ളതുകൊണ്ട് തന്നെ ഗിഗും കാര്യം ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായി തോന്നിയത് സ്വിഗ്ഗിയാണ്. മാത്രമല്ല, സ്വിഗ്ഗിയിൽ നമുക്ക് 48 മണിക്കൂറിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. സൊമാറ്റോ ആകുമ്പോൾ വീക്ക്ലി പേ ഔട്ടാണ് വരുന്നത്, സ്വിഗ്ഗി ആകുമ്പോൾ 48 മണിക്കൂർ കൊണ്ട് വരും. അപ്പം ഇത്രയൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ സ്വിഗ്ഗി തിരഞ്ഞെടുത്തത്. അല്ലാണ്ട് ബാക്കിയുള്ള കമ്പനി എന്താ പറയുക, എനിക്ക് വലിയ അത്ര തോന്നിയിട്ടില്ല, അതിനുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചതിനോട് ഒരു റിപ്ലൈ ഇവിടെ തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മേഖലയിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.